ഹലോ മാം, എൻ്റെ ബ്രദർ 1 month മുൻപ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. ഏജ് 25. റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ചധികം ലോൺ എടുത്തിരുന്നു, അതിൻ്റെ പ്രഷർ താങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. ഈ എമൗണ്ട് ഒന്നും തന്നെ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ചെറിയ ഒരു ടെൻഷൻ വരുമ്പോൾ തന്നെ അവൻ വിറയ്ക്കുന്നു, മുഖം ഒരു സൈഡിലേക്ക് പോകുന്നു. ഇതിൽ നിന്ന് എങ്ങനെ അവനെ റിക്കവർ ആക്കാൻ കഴിയും? എത്ര കാലമായിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, 1 month മുന്നേ ആത്മഹത്യാ ശ്രമം നടത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. 25 വയസ്സ് മാത്രമുള്ള ഒരു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയ കേസ് പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ലോൺ എടുത്തിരുന്നു അതിന്റെ. അപ്പൊ എന്തുകൊണ്ടാണ് ആത്മഹത്യാ ശ്രമം എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ലോൺ എടുത്തിട്ട് അതിന്റെ പ്രഷർ കാരണമാണെന്ന് പറഞ്ഞു. പിന്നെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ടെൻഷൻ വരുമ്പോ തന്നെ വിറയലും അതുപോലെ മുഖം ഒരു സൈഡിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ഓരോ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെസ് കൊണ്ട് ആവാം. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും വലിയൊരു എമൗണ്ട് അയാൾക്ക് ഒരു ബുദ്ധിമുട്ടായി വന്നപ്പം ആ സ്ട്രെസ് കൊണ്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊന്നും അറിയാത്തത് കൊണ്ടാവാം അയാൾ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ ബേസിക്കലി എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് അയാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി വല്ല മെഡിക്കേഷൻ മരുന്ന് കഴിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇയാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത് എന്നുള്ള. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മേ ബി അയാൾക്ക് ബ്രെയിനിലൊക്കെ വല്ല ചേഞ്ചസും വന്നതുകൊണ്ടാവാം, സൈഡ് എഫക്റ്റ് ആവാം. അപ്പോൾ ഓൾറെഡി അയാൾ ഒരു ഹെൽപ്പ് എടുത്തല്ലോ, ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയല്ലോ. അപ്പൊ അതല്ലായിരിക്കും നമുക്ക് വിചാരിക്കാം. അപ്പം സ്ട്രെസ് കൊണ്ടും ഈ പറഞ്ഞ റിയാക്ഷൻ, ഇപ്പൊ ഫേസ് ഇങ്ങനെ ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ റിയാക്ഷനും ഈ സ്ട്രെസ് കൊണ്ടും ആളുകൾക്ക് വരാം. അപ്പൊ നമുക്ക് എന്താക്കാം, ഒരു പ്രോപ്പർ സ്ട്രെസ് മാനേജ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഒരു നമ്മളെ നേരത്തെ ആങ്കർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ അതിനോട് കോപ്പ് ചെയ്യണം, സ്ട്രെസ് വരുമ്പം എങ്ങനെ ഡീൽ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് തെറാപ്പിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അവർക്ക് അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ പിന്നെ ഇപ്പൊ ഇതില് മെയിനായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ ശ്രമം ആണ് എല്ലാത്തിനും. അപ്പൊ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എല്ലാരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പം സൂയിസൈഡൽ റേറ്റ് ആക്ച്വലി കൂടുതലാണ്. നമ്മൾ ഒത്തിരി അവയർനെസ് കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, ഇപ്പൊ ആരെടുത്ത് ജോബ് സ്ട്രെസ് കാരണം ഒരു ആള് മീൻസ് ഒരു ഒരു മലയാളി സൂയിസൈഡ് ചെയ്തായിരുന്നു, സോറി മരിച്ചായിരുന്നു. ഇറ്റ്സ് നോട്ട് സൂയിസൈഡ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനൊന്നും ആൾക്കാരോട് എത്തുന്നില്ല. ഈവൻ ദോ നമുക്ക് ഒത്തിരി ലൈക്ക് ടോൾ ഫ്രീ നമ്പറുകളും അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗവൺമെന്റ് പദ്ധതികളുണ്ട്. അതുപോലെ ഏകദേശം എല്ലാ മീൻസ് സൈക്കോളജി സെന്ററുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓപ്പൺ ആണ്. നിങ്ങൾ വന്നോളൂ, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, സീക്ക് ചെയ്യുന്നില്ല. മേ ബി അവയർനെസ് എത്താത്തതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് സംശയിക്കേണ്ടതുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ട് കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മറികടക്കാൻ പറ്റും. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരിക, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ആത്മഹത്യ, ഞാൻ എല്ലാ ഇത് ആത്മഹത്യ ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളല്ലോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അതിന് മുന്നേ ഞാനൊരു ചെറിയ കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ ഒരു ഷോ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 7:30 ദർശന TV സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അനോണിമസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് തികച്ചും ഒരു അപരിചിതനായിട്ട് നിന്നുകൊണ്ടും നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റുമാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതാണ് നമ്മുടെ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എൻ്റെ 11 വയസ്സുള്ള മകൾക്ക് OCD ആണെന്ന് സംശയമുണ്ട്. എൻ്റെ മാലയുടെ ലോക്കറ്റ് ഒന്ന് മാറിക്കിടന്നാൽ അവൾ ഉടനെ അത് നേരെയാക്കും. അവളുടെ ഗ്ലാസോ സ്പൂണോ ആരുമായും ഷെയർ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഇത് OCD തന്നെയല്ലേ? ഈ പ്രായത്തിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ?
11 വയസ്സുള്ള മകളുടെ OCD ലക്ഷണങ്ങൾ. ലോക്കറ്റ് നേരെയാക്കുക, പാത്രോ സ്പൂണോ ഒന്നും ആരും എടുക്കണത് ഇഷ്ടപ്പെടാണ്ടിരിക്കുക. ഓക്കെ, ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനത്തിന് എനിക്കാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ തുടരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ചെറിയൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആൻസൈറ്റി ആണ്, ഡിപ്രഷൻ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് OCD ആണ്. അല്ലെങ്കിൽ ഒരു കൊച്ചു 2 ലോക്കറ്റോ കാര്യങ്ങളോ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോൾ അവർക്ക് OCD ആണ്. അങ്ങനെ ലേബിൾ ചെയ്യാണ്ടിരിക്കുക. ചില കുട്ടികൾ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ചില ആൾക്കാർ കുറച്ച് വൃത്തിയുള്ള ആൾക്കാരായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിന് മുന്നേ OCD എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൈക്ക് ഒസ്വാസ് എന്നൊക്കെ പറയും, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഓക്കെ, സോ OCD എന്ന് പറയുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒബ്സഷൻ, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ OCD കണ്ടത് ഈ കൈ കഴുകുക, കുളിക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. മീൻസ് ലൈക്ക് അതാണ് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു OCD. ലൈക്ക് ഈ സമയത്ത് ഞാൻ കൈ കഴുകിയില്ലെങ്കിൽ രോഗാണുക്കൾ വരുമോ എന്നൊരു തോട്ട്, ഐ മീൻ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു തോട്ട് കാരണം ആ തോട്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, ഒരു ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യും. അത് കാരണം അവർ കൈകൊണ്ടിരിക്കും. ഈ ആക്ഷനാണ് നമ്മൾ കമ്പൾഷൻ എന്ന് പറയുന്നത്. സോ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് തോട്ട് മാത്രം വരും. സോ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ മാത്രം OCD ആവണമെന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് കുറച്ച് പെർഫെക്ഷനിസ്റ്റിന്റെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, ഒരു ഓർഡർ പോലെ. ഇതൊക്കെ ഒരു ട്രേറ്റ് മാത്രമാണ്. OCD തന്നെ നമ്മൾ OCD ആണോ അല്ലേ നമ്മൾ നോക്കുക വൈബോക്സ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതിൽ കുറേ സബ് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ക്രൈറ്റീരിയ മാത്രമാണ്, ഇവർക്ക് ഹോർഡിംഗ് ഉണ്ടോ, പെർഫെക്ഷൻ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് ആ ഒരു തിങ്. ഇപ്പൊ 11 വയസ്സുള്ള മകൾക്ക് OCD ആണെന്ന് സംശയമുണ്ട്. ഈ പ്രായത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാം. എനിക്കൊന്ന് ഇപ്പൊ ഈ വൈബോക്സ് എന്ന് പറയുമ്പോൾ C വൈബോക്സ് ചൈൽഡ് വൈബോക്സ് ഉണ്ട്. അപ്പൊ നമ്മളത് ചെയ്യുന്നത് കുട്ടികളുടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമുക്ക് എത്ര നേരത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു അത്രയും നേരത്തെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. എനിക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ കുറച്ചും കൂടി ഒരു OCPD സാധനങ്ങളും തോന്നി. ആവാം, നമ്മൾ ഡയഗ്നോസ് ചെയ്യല്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു OCPD ട്രൈറ്റും കൂടി തോന്നും. കാരണം വെച്ചാൽ OCD ഉള്ള ആളുകൾ പൊതുവെ അവരിലേക്കാണ് ഒതുങ്ങുക. ലൈക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനത്തെ രീതിയിലാണ് പോവുക. ഈ OCPD-ക്കാരാവുന്ന സമയത്താണ് അവർ കുറച്ചും കൂടെ എന്താണ് നിങ്ങളും റെഡിയാക്കൂ, നിങ്ങളും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് വരാം. അപ്പൊ OCD പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ OCD-ക്കാരെക്കാളും OCPD-ക്കാരെ കൂടെ ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം പാർട്ട്നേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ചുറ്റുമുള്ളവരും നല്ല രീതിയിൽ വൃത്തിന്റെ മാത്രമല്ല അവർ കുറച്ചുകൂടി പെർഫെക്ഷനിസം സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലായി. ഇങ്ങനെ തന്നെ വേണം, ഓക്കെ ഞാൻ മാത്രം ചെയ്താൽ പോരാ, എന്റെ പാർട്ട്ണറും ചെയ്യണം, എന്റെ വീട്ടിലുള്ളവരും ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ കൂടെ ജീവിക്കുന്ന പാർട്ട്നേഴ്സിനൊക്കെ എന്താണ് OCPD പാർട്ട്ണർ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ജീവിച്ച് വരൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ 11 വയസ്സിലൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതിന് പറയാൻ പറ്റിയൊരു മറുപടി. വേറെ ക്വസ്റ്റിലോട്ട് പോവാം. മാം, എനിക്ക് കുറച്ചു നാളായി നല്ല പേടിയാണ്, പ്രത്യേകിച്ച് രാത്രി. എന്റെ വീട്ടുകാർക്ക് മരണം നടക്കും, ആർക്കോ എന്ന തോന്നൽ ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു. എന്തു ചെയ്യുമ്പോഴും അത് മനസ്സിനുള്ളിൽ ആരോ നിയന്ത്രിക്കുന്നു. ഇതെന്താണ് ഇങ്ങനെ തോന്നുന്നത് എന്നൊന്ന് പറഞ്ഞു തരുമോ? അതായത് പേടി, വീട്ടുകാർക്ക് മരണം നടക്കുവോ, എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പറയുന്നത് പോലെയും അയാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ അയാൾക്ക് ഇങ്ങനെ തോന്നുന്നു. ഓക്കെ, ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു പേടി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ആൻസൈറ്റി മീൻസ് നമുക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് എന്തെങ്കിലും ഒരു ഡെത്ത് ആൻസൈറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ വരിക. പക്ഷെ ഇവർക്ക് എന്നെ ഉള്ളിൽ നിന്ന് ആരോ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതൊരു സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു. വേറെ എന്തെങ്കിലും സൈക്കോസിസ് കാര്യങ്ങളാണോ എന്നതിലോട്ട് നമുക്ക് നിയന്ത്രണം എന്നുള്ളത് കൊണ്ട് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ. അപ്പൊ അതും കൂടെ അറിയണം. ഇപ്പൊ ഒരു അമിത ഉത്കണ്ഠയുള്ള വ്യക്തിക്ക് അഥവാ നമുക്ക് ആൻസൈറ്റി കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് വരാറുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ GAD-യിലൊക്കെയാണ് കാണാറ്. GAD എന്ന് പറയുമ്പോൾ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻസിലൊക്കെ പൊതുവെ ഇതേ സെയിം കൺസേൺസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ക്ലയൻസ് നമുക്കുണ്ട്. അപ്പൊ കാണാറുണ്ട് ഇങ്ങനെ പൊതുവെ. അപ്പൊ അത് GAD അല്ലെങ്കിൽ അമിത ഉത്കണ്ഠന്റെ ഭാഗമായിട്ടാവാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റുമാർക്ക് അതിലൊരു ആവാം എന്ന് പറയാൻ പറ്റില്ല. അത് അൺലെസ് ആ പേഷ്യന്റിനെ നേരിട്ട് കാണുന്നത് വരെ നമ്മൾ നേരിട്ട് കണ്ട് നിങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള കേസ് ഹിസ്റ്ററി എടുക്കാന്ന് പറയും. നമ്മൾ ആ കേസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ കാര്യങ്ങൾ മൊത്തം അയാളുടെ ഫാമിലി ഹിസ്റ്ററി മുതൽ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി, എല്ലാ ഹിസ്റ്ററീസും എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് മനസ്സിലാവാം ഇയാൾക്ക് ഇതാണോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്താക്കും, ഈ പറഞ്ഞ പോലെ അസസ്മെന്റ്സും കാര്യങ്ങളും യൂസ് ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴേ ഉള്ളൂ നമുക്ക് ഓക്കെ ഇയാൾക്ക് ഇന്ന ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ നമുക്ക് വെറുതെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാന്നുള്ളതാണ് നമുക്ക് പറ്റുന്നത്. കൂടുതൽ ഹെൽപ്പ് വേണ്ടപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇതേപോലെ വല്ല പ്രൊഫഷണൽസിനെയൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ക്ലാരിറ്റി വരുത്താന്നുള്ളതാണ്. പ്രോബ്ലം സോൾവിലെ ഇനി ചെറിയൊരു ഇടവേള.